ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ചും ഈ ചൂട് കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് റോയൽ ഫലൂഡ. കുറച്ച് ചേരുവകൾ കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നാൽ ഇത് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റോ ആരെങ്കിലും വരുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമേ ഉപയോഗിക്കാവൂ. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാലേ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കണം. ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് നേരത്തെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അതേപ്രകാരം ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൽ ഒരു 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കണം. സബ്ജ സീഡ്സ് എന്ന് പറയും, കസ്കസ്. അതിട്ടിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഇട്ട ശേഷം ഒന്ന് നന്നായി ഇളക്കിയിട്ട് അത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. പിന്നീട് വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച ശേഷം നല്ലോണം ഒന്ന് ഇളക്കി ജെലാറ്റിൻ ഇട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. കുറച്ച് വെള്ളം ഇട്ട് വയ്ക്കുക, ജെല്ലി റെഡിയാക്കാൻ വേണ്ടി. അതിനുശേഷം ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സേമിയ കുക്ക് ചെയ്യാനായിട്ട്, വെർമിസെല്ലി കുക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ വെർമിസെല്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. 4 പേർക്കുള്ള ഫലൂഡയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കണം മധുരത്തിന് വേണ്ടി. സേമിയയ്ക്ക് മധുരമൊന്നും ഇല്ലല്ലോ, അപ്പോൾ മധുരത്തിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. അതൊന്ന് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ പഞ്ചസാരയും നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം കുക്കായി കഴിയുമ്പോൾ അതൊരു സ്റ്റെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കണം ഒരു പാത്രത്തിൽ ഈ സേമിയ. അതിനുശേഷം ഇതിന് ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കണം തണുക്കാൻ വേണ്ടി. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ 2 ബൗളിലാക്കി, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കളർ കൂടുതലുണ്ടെങ്കിൽ 3-4 കളർ എടുക്കാം. ഞാൻ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കണം രണ്ടിലും. ഇത് നല്ല ഇനം ഫുഡ് കളറാണ്, ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഫലൂഡയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. 2 കളറും ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കണം. അടുത്ത് ഇനി റെഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. ആ ഒരു ഡ്രോപ്സ് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി 2 ബൗളും ഫ്രിഡ്ജിനകത്തോട്ട് എടുത്തു വെക്കണം തണുക്കാനായിട്ട്. ഒരു അരമണിക്കൂർ എടുത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെറ്റായിട്ടുണ്ടാവും. അടുത്തതിന് റോസ് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലൊരു ഗ്ലാസ് പാലൊഴിച്ച് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട ശേഷം തിളച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം ഇളക്കി താഴെ എടുത്ത് വെക്കണം. അത് തണുക്കുമ്പോൾ അതും ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കണം. പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് അതിലും ഇതേപോലെ ഒരു സോസ് പാൻ വെച്ചിട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, റോസ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇതിന് ഫലൂഡയ്ക്ക് നല്ലൊരു കളറും കിട്ടും, രുചിയും ഉണ്ടാവും. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട ശേഷം ഒരു അര കഷ്ണം, ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടിൻ്റെ പകുതി, അതാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. നല്ലൊരു കളറും രുചിയും കിട്ടാൻ വേണ്ടിയാണിത്. അത് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കുക്കാവണത് കളർ കിട്ടാൻ വേണ്ടി.
അതുമാത്രമല്ല ഈ ഇത്തിരി പഞ്ചസാര പനി ഇത്തിരി കട്ടി വേണം അതിന്. അങ്ങനെ കുറച്ച് കട്ടിയാവുമ്പോൾ അത് ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് ഈ റോസ് സിറപ്പും ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കണം. കണ്ടില്ലേ, കസ്കസൊക്കെ റെഡി ആയിട്ടുണ്ട്. ജെല്ലി സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ജെല്ലിയും സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ടും അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ജെല്ലി. ഇനി കഷ്ണങ്ങളാക്കി ഒരു ബൗളിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി റോസ് മിൽക്കിന് വേണ്ടി ഒരു ബൗളെടുത്തിട്ട് നേരത്തെ വെച്ചിരിക്കുന്ന പാല്, ചൂടാക്കി വെച്ചിരിക്കുന്ന പാലും പഞ്ചസാരയും കൂടി ഉള്ളത്, അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ, ബീറ്റ്റൂട്ടൊക്കെ ഇട്ട്, ആ റോസ് സിറപ്പ് അതിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുക്കണം. ഒരു ടേസ്റ്റിന് വേണ്ടിയാണത്. അത് കഴിഞ്ഞ് ഫലൂഡ സെറ്റാക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലാദ്യമായി റോസ് സിറപ്പ് 2 ടീസ്പൂൺ റോസ് സിറപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിലോട്ട് കസ്കസ് 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കണം. കസ്കസ് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഹെൽത്തിനും നല്ലതാണ് കസ്കസ്. 2 ടീസ്പൂൺ രണ്ടിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സേമിയ വെർമിസെല്ലി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് 2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ മുകളിൽ ജെല്ലി, ഞങ്ങൾ 2 കളറിൽ ജെല്ലി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ മുറിച്ചിട്ട്, അത് 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കണം. 2 കളറും 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വെർമിസെല്ലിക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. 3-4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അത് അതിനുശേഷം ഫ്രൂട്ട്സ്, നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇടാം. ഞാൻ ആപ്പിളും കഷ്ണിച്ച് വെച്ച ആപ്പിളും മുന്തിരിയാണോ ഇട്ട് കൊടുത്തത്. അത് ഒരു ലെയറിൽ അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കണം. പിന്നീട് ഇതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടി 2 കളറിലുള്ളത്, പച്ചയും റെഡും, ടൂട്ടി ഫ്രൂട്ടി ഇട്ട ശേഷം പിന്നെയും കസ്കസ് ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ കശുവണ്ടി നുറുക്കിയത്, കശുവണ്ടിയോ ബദാമോ വാൽനട്ടോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ കശുവണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. അടുത്തായി ഇതിൽ ചേർക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലേക്സ് വീതം ചേർത്ത് കൊടുക്കണം. 2ലും നല്ല കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും ഇത്, അതിനാണ് ഇത് ചേർക്കുന്നത്. പിന്നെ ഇതിൽ 1 ടേബിൾ സ്പൂൺ വെർമിസെല്ലിയും കൂടി ഇട്ട് കൊടുക്കണം. കുക്ക് ചെയ്ത വെർമിസെല്ലി ഇട്ട് കൊടുക്കണം. പിന്നീട് വീണ്ടും ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഒരു ലെയറിൽ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ആ റോസ് സിറപ്പ് ഇട്ട് കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഐസ്ക്രീം, 1 സ്കൂപ്പ് ഐസ്ക്രീമും ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം. ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം കുറച്ച് മെൽറ്റായിട്ടുണ്ട് ഐസ്ക്രീം, അല്ലെങ്കിൽ നല്ല കറക്റ്റായിട്ട് അങ്ങനെ പൊങ്ങി നിൽക്കും. ഇനി അതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടി ടൂട്ടി ഫ്രൂട്ടിയും അതിൻ്റെ മുകളിലായിട്ട് ഒരു തവണയും കൂടി റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ സ്വാദിഷ്ടമായ ഫലൂഡ ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.